ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കാരക്കാട് സ്വദേശി കൊട്ടാരത്തിൽ മുഹമ്മദ് മുസ്തഫയാണ് ദുരിത ജീവിതം തള്ളി നീക്കുന്നത്. ചികിത്സാ സഹായത്തിനായി ജനകീയ കമ്മിറ്റിയും രൂപീകരിച്ചു. ഓങ്ങല്ലൂർ കാരക്കാട് കൊട്ടാരത്തിൽ മുഹമ്മദ് മുസ്തഫയാണ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് മുഹമ്മദ് മുസ്തഫയുടെ വൃക്കകൾ തകരാറിലായ കാര്യം അറിയുന്നത്. ഒരു കുട്ടിയും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിലെ ഏക ആശ്രയമാണ് മുസ്തഫ. കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി കാരക്കാട് പ്രദേശത്ത് മുഹമ്മദ് മുസ്തഫ ചികിത്സാ ധനസഹായ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. മുസ്തഫയുടെ ചികിത്സയ്ക്കാവശ്യമായ തുക സംഭരിക്കുവാനുള്ള ശ്രമത്തിലാണ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 12-ാം വാർഡിൽ കാരക്കാട് പ്രദേശത്ത് കൊട്ടാരത്തിൽ മുസ്തഫ എന്നൊരു ചെറുപ്പക്കാരൻ ഇരുവൃക്കകളും തകരാറിലായിക്കൊണ്ട് 2 വൃക്കകളും മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 25 ലക്ഷത്തിൽ അധികം രൂപ ചെലവ് വരും. നിർധന കുടുംബത്തിലെ ഒരു അംഗമായിട്ടുള്ള മുസ്തഫ എന്ന ചെറുപ്പക്കാരന് അത് താങ്ങാൻ കഴിയുന്നതിലപ്പുറമാണ്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ആ പ്രദേശത്തെ ജനങ്ങളാകെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ഭേദമന്യേ ഒന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും വാർഡ് മെമ്പർ കൺവീനറുമായിക്കൊണ്ട് അതിന്റെ പള്ളിയുടെ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള അംസക്കോയ മാഷ് ട്രഷററുമായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റും കമ്മിറ്റി ചെയർമാനുമായ ജിഷാർ പറമ്പിൽ, കൺവീനർ ഇ.കെ. മുഹമ്മദ് ഇക്ബാൽ, ട്രഷറർ വി.കെ. ഹംസക്കോയ മാസ്റ്റർ, ജാഫർ സിദ്ദീഖ്, ഷാഫി, ഫൈസൽ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.